ഇവിടെ ഇത്രയും പേരുണ്ടായിട്ടും ആരോടും ഒന്നും പറയാതെ ആ അമ്പിളിനെയും കൂട്ടി നീ ആശുപത്രിയിൽ പോയത് എന്തിനാ? പറ ആവണി. അമ്മ, ഞാൻ നാട് മൊത്തം നിരങ്ങി നടന്ന് വയറ്റിലുണ്ടാക്കി കൊണ്ടുവന്ന അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണോ നീയാണ് ചോദിച്ചാൽ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? പല സാഹചര്യത്തിൽ എന്നെ അമ്പിളിയും ചേർത്ത് ഇയാൾ അനാവശ്യം പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ ജീവിതകാലം മുഴുവൻ അത് ഇതൊക്കെ കേൾക്കേണ്ടി വരും ഓർത്തപ്പോ അതോടെ നീ ഈ കുഞ്ഞിനെ വേണ്ടാന്ന് നോക്കാൻ തീരുമാനിച്ചു അല്ലേ? അമ്മ, അത് ഞാൻ ചോദിച്ചതിന് സമാധാനം പറഞ്ഞു. നീ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോയതാണോ? അതെ അമ്മ. നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണതിനെ പറ്റി ചിന്തിക്കാൻ? ഇതിനാണോ നീ നിന്റെ കൂട്ടുകാരനെയും ഇവരെയൊക്കെ കൂട്ടിപ്പോയത്? സുധേം ഇതിന് കൂട്ടു നിന്നല്ലേ? അമ്മേ, ഞാൻ വേണ്ട, ഒരാളും ഇനി ഒരക്ഷരവും പറയണ്ട. നിങ്ങളൊക്കെ കൂടി ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചതേ എന്റെ മോന്റെ കുഞ്ഞിനെയാ. നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ തന്നിട്ടില്ലേ? എന്നിട്ട് അവൻ എന്തെങ്കിലും പറയണ കേട്ട് കുഞ്ഞിനെ നശിപ്പിക്കാൻ പോവാണോ ചെയ്യേണ്ടത്? അമ്മ എന്താ ചേട്ടി പറയണേ? അവൾ എന്നോടെങ്ങനെ പറയും? അമ്മയോടെങ്ങനെ പറയും? ഇത് പുറത്തെങ്ങനെ പറയും? ഇവള് വെറുതെ അല്ല അമ്മേ ഭർത്താവിന്റെ സ്ഥാനത്ത് അമ്പിളിയുടെ പേരെഴുതി വെച്ചത്. അതറിഞ്ഞോണ്ട് തന്നെ എഴുതിയത് അമ്മേ. കാരണം ഇതെന്റെ കുഞ്ഞല്ല. ചേട്ടാ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടെന്ന് പറഞ്ഞേ വായി തോന്നി വിളിച്ചു പറയരുത്. വായി തോന്നിയതാ? ഇവിടെ എന്റെ മുറിയിലാണ് കിടക്കണത്. എത്ര നാളായടാ ഞങ്ങൾ മര്യാദക്കും സംസാരിച്ചിട്ട്. രണ്ടുപേരും രണ്ട് മുറിയിലായിട്ട് കിടന്നിട്ട് ഈ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണമെന്നാണോ നീ പറയണത്? ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ